ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനിമോള് പറഞ്ഞത് അനീഷിനെ കുറിച്ചാണ്. അനീഷേട്ടൻ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒന്ന്, നെവിനും ഞാനും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ നെവിൻ എൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ച് അന്ന് എനിക്ക് ആ ബെഡിൽ കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദിലെ നൂറ് എന്നെ അവരുടെ ബെഡിൽ കിടക്കാൻ വിളിച്ചായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ബെഡിൽ തന്നെ കിടന്നില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. അത് കാരണം ഞാൻ ക്യാമറ കാണാതിരിക്കാൻ ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മൂലക്കായിട്ട് കിടന്നപ്പോൾ ആരും എന്നെ കണ്ടില്ല. അങ്ങനെ നേരം വെളുക്കാനായപ്പോൾ എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു സിയുടെ. അങ്ങനെ തണുത്തപ്പോഴത്തേക്കും അനീഷേട്ടൻ എന്നെ നോക്കി കണ്ടുപിടിച്ചിട്ട് അനീഷേട്ടൻ്റെ ബ്ലാങ്കറ്റും തലകിണിയൊക്കെ എനിക്ക് കൊണ്ട് തന്ന്. അതെനിക്ക് മറക്കാൻ പറ്റാത്ത, പിന്നെ പല പ്രാവശ്യമായിട്ട് എന്നെ കിച്ചണിലാണെങ്കിലും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അനീഷ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഹഗ് ചെയ്യെന്ന് പറഞ്ഞ് അവർ കളിയാക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ ഇടയിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്ത്. പിന്നെ നൂറായ അതിലേയും കുറിച്ച് അനിമോള് പറഞ്ഞ് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ ലാലേട്ടൻ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്കിവിടെ നിൽക്കണമെന്ന് തോന്നത്തേ ഇല്ല. അപ്പോൾ ഇവരാണ് എനിക്ക് സമാധാനം തന്നും എനിക്ക് പിന്നെ നിൽക്കണമെന്നുള്ള ആ ഒരു മോട്ടിവേഷൻ തരുന്നതും അവരാണ് എന്ന് അവരെക്കുറിച്ചും പറഞ്ഞു. അത് അനിമോളുടെ ഒരു ക്വാളിറ്റിയാണ്. എത്രയൊക്കെ അനിമോളെ പിന്നീന്ന് കുത്തിയാലും ചെയ്ത കാര്യം പറയാതിരിക്കത്തില്ല അനിമോൾ. സമയത്ത് ആദില നൂറെ അങ്ങനെയല്ല, ഇപ്പം അടുത്ത് നിൽക്കുകയും ചെയ്യും, അടുത്ത ഒരാളെ കാണുമ്പം തള്ളി പറയുകയും ചെയ്യും. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷിനെ കുറിച്ച് ഒരുപാട് പേര് നല്ല ഇത് പറഞ്ഞ്. ഇന്നത്തെ സ്റ്റാർ തന്നെ അനീഷായിരുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.